മിച്ചുവിനെ അറിയാമോ? മിച്ചു തോറ്റുപോയവനെന്ന് മുദ്രവെച്ച കളിമുറ്റത്ത് നിന്നും നിശബ്ദനായി പടിയിറങ്ങിപ്പോയ താരമാണ് മിച്ചു. മിച്ചുവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഫുട്ബോൾ ലോകത്തെ വർണ്ണാഭമായി തിളങ്ങി നിന്നിരുന്ന സ്റ്റൈലിഷ് ഫുട്ബോൾ താരങ്ങൾക്കിടയിൽ നിന്നും പെട്ടെന്ന് കളി അവസാനിപ്പിച്ച് കടന്നുപോയ ഒരു താരകമാണ് മിച്ചു എന്ന ഏകനായ താരകം. 1986 മാർച്ച് 21 അസ്റ്റൂറിയാസിലെ ഒവീഡോയിലാണ് മിഗ്വൽ പെരേസ് കൊസ്റ്റ എന്ന മിച്ചു ജനിക്കുന്നത്. റയൽ ഒവീഡോ എന്ന ഫുട്ബോൾ ക്ലബിന്റെ യൂത്ത് ടീമിൽ ഇടം പിടിച്ചുകൊണ്ടായിരുന്നു, ഫുട്ബോൾ ലോകത്തെ തൊട്ടറിഞ്ഞുകൊണ്ടായിരുന്നു മിച്ചു കടന്നു വന്നത്. അങ്ങനെ 2003 മുതൽ 2007 വരെയുള്ള കാലയളവുകളിൽ ആ വർഷങ്ങളിലായി റയൽ ഒവീഡോയുടെ സീനിയർ ടീമിൽ മിച്ചു 90 മത്സരങ്ങളിലേറെ നന്നായി പന്ത് തട്ടി മുന്നേറിപ്പോന്നു. ഫുട്ബോൾ ലോകത്തിന്റെ ഒരു സ്പന്ദനമായി കടന്നുപോയ മിച്ചു അങ്ങനെ 2007 സെൽറ്റ വിഗോയുടെ ബി ടീമിൽ ഇടം പിടിച്ചു. പിന്നീട് അടുത്ത വർഷത്തിൽ തന്നെ സെൽറ്റ വിഗോയുടെ സീനിയർ ടീമിൽ മിച്ചു നന്നായി കളിച്ചു. സെൽറ്റ വിഗോക്ക് വേണ്ടി പന്ത് തട്ടിയ മിച്ചുവിന്റെ കഴിവ് അപാരം തന്നെയായിരുന്നു. മികച്ച രീതിയിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് കൈകാര്യം ചെയ്യുവാനും ഒന്നാം തരം സ്ട്രൈക്കർ ആവാനും മിച്ചുവിന് കഴിഞ്ഞിരുന്നു. സെൽറ്റ വിഗോക്ക് വേണ്ടി ബൂട്ടണിഞ്ഞ മിച്ചു കൂടുതൽ മത്സരങ്ങളിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുള്ള റോള് ഭംഗിയാക്കി മുന്നേറിപ്പോന്നു. അങ്ങനെയിരിക്കെയാണ് 2011-2012 സീസണിൽ റയോ വൈക്കാനയിലേക്ക് മിച്ചു ചേക്കേറിയത്. അവിടെ മിച്ചുവിന് ഒരു ഒന്നാം തരം സ്ട്രൈക്കറുടെ റോള് തുറന്നു കിട്ടുകയായിരുന്നു. 2 പൊസിഷനിൽ കളിച്ചിരുന്ന മിച്ചുവിന് അതൊരു ആശ്വാസം തന്നെയായിരുന്നു. കാരണം മിച്ചു വളരെയേറെ കാത്തിരുന്ന ഒരു പൊസിഷൻ തന്നെയായിരുന്നു ഒരു ഒന്നാം തരം സ്ട്രൈക്കറായി മാറുക എന്നുള്ളത്. അത് മിച്ചു നന്നായി ആഘോഷപൂർവ്വം സന്തോഷപൂർവ്വം അങ്ങോട്ട് ഏറ്റെടുക്കുകയായിരുന്നു. സ്വാതന്ത്ര്യം വീണ്ടെടുത്ത ഒരു പറവയെപ്പോലെ പാറി പറക്കുകയായിരുന്നു മിച്ചു കളിക്കളത്തിൽ മുഴുവനായി. അങ്ങനെയിരിക്കെ സ്വാൻസി സിറ്റി മിച്ചുവിന്റെ കളിശൈലി കണ്ടറിഞ്ഞു. അവർ ഉടനെ തന്നെ മിച്ചുവിനെ സ്വന്തം തട്ടകത്തിലെത്തിക്കാനുള്ള പ്ലാനും പരിപാടികളും ആസൂത്രണം ചെയ്യുകയായിരുന്നു. അങ്ങനെ 2012 ജൂൺ 20 മിച്ചു സ്വാൻസി സിറ്റിയുടെ തട്ടകത്തിൽ എത്തിച്ചേർന്നു. സ്വാൻസി സിറ്റിയിലെത്തിയ മിച്ചു ഓഗസ്റ്റ് 18 തന്റെ ആദ്യ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ബൂട്ടണിഞ്ഞു. ക്യൂൻസ് പാർക്ക് റേഞ്ചേഴ്സിനെതിരെ 5 ഗോളുകൾ കൊണ്ട് മിച്ചുവും സംഘവും നൃത്തമാടുകയായിരുന്നു കളിക്കളത്തിൽ. മിച്ചു ആ മത്സരത്തിൽ 2 ഗോളുകളും 2 സൂപ്പർ അസിസ്റ്റുകളും സ്വന്തമാക്കി മുന്നേറി. സ്വാൻസി സിറ്റി മിച്ചുവിനെ കിട്ടിയ കാലം ഒരു ഹാപ്പി കാലമായി അങ്ങനെ ആഘോഷിക്കുകയായിരുന്നു. 2013 ജനുവരിയിൽ FA കപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കരുത്തരായ ആഴ്സണലിനെ സ്വാൻസി സിറ്റി പിടിച്ചു കെട്ടുകയായിരുന്നു. ആ മത്സരം സമനിലയായി തീർക്കാൻ കാരണം മിച്ചു തന്നെയായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ മിച്ചു 73 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ 2 മികച്ച ഗോളുകൾ ആഴ്സണലിന്റെ വലയിലേക്ക് അടിച്ചു കയറ്റുകയായിരുന്നു. മിച്ചുവിനെ തടയാൻ ആഴ്സണൽ താരങ്ങൾക്ക് സാധിച്ചില്ല. ആഴ്സണൽ താരങ്ങൾ നന്നായി വീർത്തുപോയ ഒരു മത്സരം തന്നെയായിരുന്നു അത്. അതുപോലെ തന്നെ EFL കപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ചെൽസി എന്ന നീലപ്പടയെ, ആ കരുത്തരായ നീലപ്പടയെ 39-ാം മിനിറ്റിൽ ഒരു സൂപ്പർ ഗോൾ കൊണ്ട് മിച്ചു ഞെട്ടിക്കുകയായിരുന്നു. മിച്ചുവിന്റെ ഓരോ മത്സരങ്ങളും വേറിട്ട് നിൽക്കുന്ന ശൈലിയിലൂടെ മുന്നേറിയ മത്സരങ്ങൾ തന്നെയായിരുന്നു. മിച്ചുവിനെ തടയാൻ ഒരു കൊമ്പന്മാർക്കോ വമ്പന്മാർക്കോ സാധിച്ചില്ല എന്നതായിരുന്നു സത്യം. 2013 ഫെബ്രുവരി 24 വെംബ്ലി സ്റ്റേഡിയത്തിൽ ലണ്ടനിൽ വെച്ച് നടന്ന ആ മത്സരത്തിൽ സ്വാൻസി സിറ്റിയും ബ്രാഡ്ഫോർഡ് സിറ്റിയും തമ്മിലുള്ള ആ ഫൈനൽ പോരാട്ടം, സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള പോരാട്ടം മുറുകുകയായിരുന്നു. അന്ന് ഫൈനലിൽ സ്വാൻസി സിറ്റിയും ബ്രാഡ്ഫോർഡ് സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടി. ആ മത്സരത്തിൽ ബ്രാഡ്ഫോർഡ് സിറ്റിയെ 5 ഗോളുകൾക്ക്, എതിരില്ലാത്ത 5 ഗോളുകൾക്ക് മിച്ചുവിന്റെ സംഘം തോൽപ്പിക്കുകയായിരുന്നു. മിച്ചു ആ മത്സരത്തിൽ 1 ഗോളും 1 സൂപ്പർ അസിസ്റ്റും നേടി. സ്വാൻസി സിറ്റിയുടെ രാജകുമാരനായ മിച്ചു അങ്ങനെ സ്വാൻസി സിറ്റിക്ക് വേണ്ടി ആദ്യ ലീഗ് കിരീടവും സ്വന്തമാക്കി കൊടുത്തു. മിച്ചുവിനെ തടയാൻ ആർക്കും സാധിക്കാതെ പോയ ആ മത്സരങ്ങളിലായി മിച്ചു 43 മത്സരങ്ങളിൽ നിന്നും 22 ഗോളുകൾ സ്വന്തം കീശയിലാക്കി മുന്നേറിപ്പോന്നു. മിച്ചു ആയിരുന്നു സ്വാൻസി സിറ്റിയുടെ പ്ലെയർ ഓഫ് ദ സീസണായി അവതരിച്ചത്. അങ്ങനെ 2013 വർഷം അവസാനിക്കാറായി മാറി. 2013 നിന്നും 2014 കടന്നു പോകുന്ന ആ നാളുകളിലൊക്കെയായി മിച്ചുവിന്റെ നിറമങ്ങൽ കാണുവാൻ തുടങ്ങി. മിച്ചുവിന്റെ ഫോമില്ലായ്മയെക്കുറിച്ച് പലരും കുറ്റം പറയുവാൻ തുടങ്ങി. മിച്ചു എന്ന താരോദയം കളിക്കളത്തിലെ ഒരു നിഴലായി മാറുകയായിരുന്നു. മിച്ചുവിന്റെ വലതു കണ്ണങ്കാലിനേറ്റ പരുക്ക് അപാരമായി തന്നെ തുടർന്നു പോകുന്നത് മിച്ചുവിനെ വളരെയേറെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. സ്വാൻസി സിറ്റി മിച്ചുവിന്റെ ഫോമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഉടനെ തന്നെ നാപ്പോളിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ മിച്ചുവിനെ കൈമാറുകയും ചെയ്തു. അങ്ങനെ പരിക്കിന്റെ പിടിയിൽ അമർന്നുപോയ മിച്ചുവിന് നാപ്പോളിയിൽ എത്തിച്ചേർന്നെങ്കിലും നന്നായി കളിക്കണമെന്നുണ്ടായിരുന്നു. നന്നായി കളിക്കാനായിട്ട് മിച്ചു തയ്യാറെടുത്ത് കളിക്കളത്തിൽ ബൂട്ടണിഞ്ഞ് ഒരുപാടേറെ പ്രയത്നിച്ചു. പക്ഷേ അതൊന്നും ബലം കണ്ടില്ല. മിച്ചുവിന്റെ പരിക്ക് അത്രയേറെ ഭീകരമായി തന്നെ മിച്ചുവിനെ തുടർന്നു പോന്നു. ഫോമില്ലാതെ ഉഴറുകയായിരുന്ന മിച്ചുവിന് നാപ്പോളിയിൽ ഇടം കിട്ടിയില്ല. ഓരോ മത്സരങ്ങളിലും മിച്ചു തീർത്തും നിരാശപ്പെടുകയായിരുന്നു.
പിന്നീട് മിച്ചു സ്പാനിഷിലെ രണ്ടാം നിര ക്ലബ്ബായ ലാംഗ്രിയോയിലേക്ക് കൂടുമാറി. എന്നാൽ ലാംഗ്രിയോയിലും അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായില്ല. വില്ലനായി പരുക്ക് മുന്നിൽ തന്നെ നിവർന്നു നിൽക്കുകയായിരുന്നു. മിച്ചുവിന് വേണ്ടത്ര വിശ്രമം നൽകുവാൻ ഒരു ക്ലബ്ബും ഒരു വിധത്തിലുള്ള സഹകരണവും കാണിച്ചില്ല എന്ന് വേണം പറയാൻ. ഉയർച്ചകളിലേക്ക് ചിറകടിയാൽ ഉയർന്നു പോയിട്ടും നിലം പറ്റി താഴേക്ക് നിലംപതിച്ച് വീഴുകയായിരുന്നു മിച്ചു എന്ന ആ മഹാനായ കളിക്കാരൻ. ആ യുവത്വമുള്ള കളിക്കാരനെ കണ്ടറിയുവാനോ അദ്ദേഹത്തിന്റെ പരുക്കിന് വേണ്ടത്ര രീതിയിൽ വിശ്രമം നൽകുവാനോ സാധിക്കാതെ പോയ ക്ലബ്ബുകളെ കുറിച്ചോർത്ത് മിച്ചു ഒരിക്കലും കുറ്റപ്പെടുത്തലുകളായി ഒന്നും പറഞ്ഞിരുന്നില്ല. തനിക്ക് വേണ്ട രീതിയിലുള്ള വിശ്രമം ഒരു ക്ലബ്ബും നൽകിയില്ലെന്ന ഒരു കുറ്റപ്പെടുത്തലുകളും മിച്ചു ആരുടെയും ചെവിയിൽ ഓതിയില്ല, ആരോടും കുറ്റമായി പറഞ്ഞതുമില്ല. മിച്ചു അങ്ങനെ തന്റെ കളി ജീവിതം തുടങ്ങിവെച്ച റയൽ ഒവിയുഡോയിലേക്ക് തന്നെ ചേക്കേറുകയായിരുന്നു. ആ ക്ലബിൽ പന്ത് തട്ടുകയായിരുന്നു. പക്ഷേ 31 വയസ്സിൽ മിച്ചു എന്ന ആ താരോദയം റയൽ ഒവിയുഡോയിൽ നിന്നും വിരമിക്കുകയായിരുന്നു. ഇനി കളി മതിയാക്കുകയാണ്. വില്ലനായി തുടരുന്ന പരിക്കിനെ എനിക്ക് മാറ്റുവാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ മിച്ചു തുറന്നു പറയുകയായിരുന്നു. ഒരു 90 വയസ്സുകാരൻ്റേതുപോലെ ആയിത്തീർന്നു എൻ്റെ കണങ്കാലെന്ന് വേദനയോടുകൂടി ആ താരം പറയുകയുണ്ടായി. സ്പെയിൻ ദേശീയ ടീമിന് വേണ്ടി ഒരുപാട് കാലം കളിക്കുവാൻ മിച്ചു അതിയായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ താരസമ്പന്നമായ സ്പെയിൻ ടീമിലേക്ക് കടന്നു കയറുവാനും അവിടെ ഇടമുറപ്പിക്കുവാനും മിച്ചുവിന് സാധിക്കാതെ പോയി. ഒടുവിൽ പരിക്കേറ്റു മാറി നിൽക്കേണ്ടി വന്ന ഡേവിഡ് വിയക്ക് പകരക്കാരനായി 2013 മിച്ചു ദേശീയ ടീമിലേക്ക് സ്പെയിൻ നിരയിലേക്ക് കടന്നു വന്നു. 2014 വേൾഡ് കപ്പിന്റെ ഭാഗമായുള്ള യോഗ്യത മത്സരമായിരുന്നു ആ മത്സരം. ബെലാറസിനെതിരെ സ്പെയിൻ അന്ന് 2013 വർഷത്തിൽ ഏറ്റുമുട്ടി. ആ മത്സരത്തിൽ ബെലാറസിനെതിരെ സ്പെയിൻ 2-1 വിജയിക്കുകയും ചെയ്തു. അന്ന് ആ മത്സരത്തിൽ മികച്ച രീതിയിൽ മിച്ചു പന്ത് തട്ടി. മിച്ചുവിൻ്റെ ആദ്യത്തേതും അവസാനത്തേതുമായ ചുവന്ന കുപ്പായത്തിൽ സ്പെയിൻ നിരയിൽ വളരെ ഇഷ്ടത്തോടുകൂടി മിച്ചു കളിച്ച ഏകമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു അത്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി പന്ത് തട്ടുന്ന നോർവേയുടെ ദേശീയ താരമായ എർലിംഗ് ഹാലൻഡിന്റെ അനുയോജ്യനായ കളിക്കാരൻ ആരാണെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം കണ്ണും പൂട്ടി ഉത്തരം പറഞ്ഞത് മിച്ചുവിൻ്റെതായിരുന്നു. കാരണം അത്രയേറെ മികവുള്ള ഒരു താരം തന്നെയായിരുന്നു മിച്ചു എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ തന്നെ സാധിക്കും. പക്ഷേ അദ്ദേഹത്തിനെ കളിക്കളത്തിൽ നിന്നും മാറ്റി നിർത്തിയത് പരുക്കു മാത്രമായിരുന്നു. പരിക്കില്ലാതിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ കയറി നിൽക്കുന്ന ഒരു യുവശക്തിയായ താരം തന്നെയായി മാറേണ്ടതാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് കളി അവസാനിപ്പിച്ചു പോയ ആ 31-കാരന് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. അങ്ങനെ യുവശക്തിയായി നിറഞ്ഞു നിന്ന മിഗ്വൽ പെരേസ് കോസ്റ്റ എന്ന മിച്ചു നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന താരം തന്നെയാണ്. യുവശക്തിയായി നിറഞ്ഞു നിന്ന ആ താരം പ്രിയപ്പെട്ട ഫുട്ബോളിന്റെ കാമുകനാണ്. ഏവർക്കും നന്ദി.